ഇവിടുത്തെ സ്പെഷ്യൽ വെട്ട് കേക്കിൻ്റെ മിക്സിംഗ് നടക്കാൻ പോവാണ്. താറാമുട്ടയാണ് പ്രത്യേകത. താറാമുട്ട പൊട്ടിച്ച് പഞ്ചസാരയിലേക്ക് ഇടുന്നു. ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കില്ല. ഇത് രണ്ടും കൂടി ചേർത്ത് പഞ്ചസാരയും താറാമുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കുമ്പോൾ അത്രയും ലൂസ് എത്ര കിട്ടുന്നോ അതിന് കണക്കാക്കിയിട്ടുള്ള മൈദാമാവ് ഇടുന്നു. എന്നിട്ട് കുഴച്ചെടുക്കുന്നു. എന്നിട്ടാണിത് പരത്തി കുറച്ച് നേരം വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് ഒരു കട്ടിക്ക് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിന് മുറിച്ചെടുക്കും. പിന്നെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ഗ്രാമം ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗ്രാമീണമായ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചായക്കടകളിൽ കാണുന്ന കണ്ണാടി കൂട്ടിനകത്ത് കാണുന്നൊരു പലഹാരമാണ് ഈ നാടൻ കേക്ക്. അത് വെട്ട് കേക്ക് എന്നുള്ള പേരിലാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ വെട്ട് കേക്ക് ഇപ്പോൾ ഈ എഴുത്താണി എന്ന് പറയുന്ന ഈ ടീ ഷോപ്പിലെ വെട്ട് കേക്ക് വളരെ വളരെ ഫേമസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു കണക്ക് പറയായിരുന്നു. ഒരു ദിവസം ഇവിടെ ചിലവാകുന്ന വെട്ട് കേക്കിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1800 അല്ലേ? 1800 ഏതാണ്ട് 2000-ഓളം കേക്ക് ചിലവാകുന്നു. ഇവിടുത്തെ വെട്ട് കേക്ക് വളരെ സോഫ്റ്റ് ആൻഡ് എന്താ പറയണ്ടേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വെട്ട് കേക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിമാൻഡ്. ഇടത്തരം ചൂടിലാണ് അല്ലെ, ഒരുപാട് ചൂടാവാൻ പാടില്ല, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു. അത് ഉള്ളു വേഗവും വേണം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്നൊരു കട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ട് അതിൽ കത്തി വെച്ചിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത്. എന്നിട്ട് ആ എണ്ണയിൽ കിടന്ന് പതുക്കെ അത് മുരിഞ്ഞ് കിട്ടും. ആ രീതിയിലാണ് വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. രാവിലെ തന്നെ തുടങ്ങുന്നത്. ഇവിടെ ചായയുടെ കൂടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പോകുന്നത് പാർസലായിട്ട്. അങ്ങനെയല്ലേ 2000 ഒക്കെ പോകുകയെന്ന് പറഞ്ഞാൽ 1900-ഓളം ഇത് ഡെയിലി കച്ചവടമാണത്. ഇത് ഒരെണ്ണം എന്താ വില ചാർജ് ചെയ്യുന്നത്? 5 രൂപ അല്ലേ? 5 റുപ്പീസ്. ഇതാണ് കടയുടെ ഹാർട്ട് ഓഫ് ദി ഹാർട്ട്. കടയുടെ ജീവനാഡി എന്ന് പറയാം അല്ലേ? ബ്രദറായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറാണ്. 50 ഇയേഴ്സായിട്ട് ഈ കടയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കടയുടെ സക്സസ് ഫുൾ മാനേജ്മെന്റ്, അതെ, സക്സസിന്റെ ഫോർമുലയിൽ ഇദ്ദേഹവും ഒരു പ്രധാന ഘടകമാണ്. അതെ തീർച്ചയായിട്ടും. ഇവിടെ എല്ലാവരും ചായയും കേക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂഡിലാണ്. ഇവരെല്ലാം സ്ഥിരമായി ഇവിടെ വന്ന് ഒരു കടി പോലെയാണ്, ഒരു ചായ അതിൻ്റെ കൂടെ ഒരു വെട്ട് കേക്ക്. സ്ഥിരം വരുന്ന ആൾക്കാർ. അപ്പോൾ ഇതിലിനി ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് മുളക് പൊടി ചേർക്കുന്ന ഒരു സ്റ്റേജാണ്. അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി കുറച്ച് ചതച്ചതിട്ട് ഒന്ന് മൂപ്പിക്കും. അതിനകത്തേക്ക് നല്ല പിരിയൻ മുളകിൻ്റെ പൊടിയിട്ട് വഴറ്റിയെടുക്കും. അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഈ വേവിച്ച മട്ടണിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് എന്തിനാണെന്നുള്ളത് നമുക്കിനി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് വാട്ടർ എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് മനസ്സിലായല്ലോ. മസാല ഈ മുളക് പൊടി ഇങ്ങനെ വഴറ്റിയെടുത്തത് മട്ടണിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആ ചീനച്ചട്ടിയിലുണ്ടായിരുന്ന മുളകിൻ്റെ അംശം കഴുകിയെടുക്കാൻ, ബാലൻസ് വാഷ് ചെയ്തെടുക്കുക. വെറുതെ വെള്ളത്തിലൊന്നും അല്ല വാഷ് ചെയ്യുന്നത്. അത് ഈ സ്റ്റോക്കിൽ തന്നെയാണ് വാഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നു. അപ്പോൾ മട്ടൺ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല. ഇത് കറി വിളമ്പുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്ലേറ്റിലേക്ക് വിളമ്പുക. ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നു കഴിക്കാനായിട്ട്. ഞാനും കൂട്ടത്തിൽ പോയിരുന്ന് കഴിക്കാൻ പോവുകയാണ്. മട്ടൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വരാം. ഓക്കെ. അങ്ങനെ എഴുത്താണി കടയുടെ സ്പെഷ്യാലിറ്റി മട്ടൺ എൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ? വളരെ സ്വാദിഷ്ടമായ മട്ടൺ കറി വിത്ത് പൊറോട്ട. പിന്നൊരു പ്രത്യേകത, അതെ, അതിൻ്റെ കൂടെ 2 പപ്പടവും കൂടി വന്നിരിക്കുന്നു. ഇതെന്ത് കഥ? ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ സംഭവം. അപ്പോൾ ഇവിടെ അതും ഒരു പ്രത്യേകതയാണ്. ഇവിടെ സാധാരണ കൊടുക്കുന്നത് മട്ടൻ്റെ കൂടെ ഐദർ അപ്പം അല്ലെങ്കിൽ പൊറോട്ട. ഉച്ചയാകുമ്പോൾ അതിൻ്റെ കൂടെ ഇടിയപ്പം കൂടി വന്നു തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴേക്കും ദോശയും കൂടി സെർവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ 2 പപ്പടം കോമ്പിനേഷനാണ്. ആവശ്യക്കാർ ഇത് കഴിക്കും, വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊറോട്ടയും മട്ടനും പപ്പടവും കൂടെ കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. മട്ടൺ നല്ല റെഡ് കളറിൽ നല്ല കളർഫുള്ളായിരിക്കുന്നു. വെട്ട് കേക്ക് ഫ്രണ്ടിലെത്തി. ഇനി അതും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ ക്രിസ്പി, അതേസമയം അകത്തൊക്കെ നല്ല സോഫ്റ്റുമാണ്.
ഇതാണ് ഇറച്ചിയുടെ നല്ലി. അതിനകത്തിങ്ങനെ മജ്ജ കിട്ടും. നമുക്കിങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ഉറിഞ്ചി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാണില്ലേ മജ്ജ? കുട്ടികൾക്കല്ല. ഇതും അതിൻ്റെ കൂടെ ഇടുന്നൊരു സാധനമാണ്. ഇത് സെപ്പറേറ്റ്. ഇത് മാത്രമുള്ള എല്ലിൻ്റെ ഒരു അംശം കിട്ടുന്നത്. ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ.